കഴിഞ്ഞാൽ ഉളഹിയത്ത് അറുക്കാൻ നിയ്യത്ത് വെച്ചിട്ടുള്ള ആളുകൾ നഖവും മുടിയും ഒന്നും നീക്കാതെ, തുലി പോലും നീക്കാതെ നീങ്ങിപ്പോകുന്നതിന് പ്രയാസമല്ല. അങ്ങനെ അവർ ഉളഹിയത്തിന് വേണ്ടി സൂക്ഷിക്കണം. അതൊക്കെ അവർക്ക് വലിയ പാപമോചനത്തിന് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങാനും മുടി നീക്കി അല്ലെങ്കിൽ നഖം മുറിച്ചു അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അത് അവർ ചെയ്യേണ്ടാത്ത കാര്യമായിരുന്നു. പക്ഷെ അതിന് പ്രായശ്ചിത്തൊന്നും ചെയ്യേണ്ടതില്ല. നഖം മുറിച്ചു, ഉദഹയത്തിന് നിയ്യത്ത് ചെയ്തു. നമ്മളിവിടെ ഉദഹയത്തിന് ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് സൗകര്യപ്പെടുന്ന ആളുകൾ ഇവിടെയാണ് ഉദഹയത്ത് ചെയ്യൽ ഏറ്റവും ഉത്തമമായത്. നമ്മളിവിടെയാണ്. നമ്മുടെ കൂട്ടത്തിലോ നാട്ടിലോ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ആയ ഒരുപാട് പാവപ്പെട്ടവരില്ലേ, ലേബർ ക്യാമ്പിലും മറ്റൊക്കെ ജോലി ചെയ്യുന്നവര്, അവർക്കൊക്കെ കൊടുക്കണം. അവര് ഭക്ഷിച്ചോട്ടെ. അവർക്ക് നമുക്ക് പല പാവപ്പെട്ട ആളുകൾക്കും ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി കഴിയും. അതല്ല, നമുക്ക് ആവശ്യക്കാർ ഇതിലും കൂടുതൽ നമ്മുടെ നാട്ടിലാണ്. നമുക്ക് എന്ത് ചെയ്യാം? നാട്ടിലേക്ക് ഏൽപ്പിക്കാം. ഒരാളെ വക്കാലത്താക്കലാണ് അതിന്റെ രീതി. വക്കീലാക്കണം എന്നാണ്. ഒരാളെ ഏൽപ്പിക്കണം. എന്റെ ഉളുഹിയത്ത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ പൈസ അയച്ചു കൊടുക്കുക. അവരിത് കന്നു വാങ്ങിക്കുന്നു. നിങ്ങളാണ് ഈ നഖം മുറിക്കാതെ അതെല്ലാം മുടി നീക്കാതെ ആ സുന്നത്ത് ചെയ്യേണ്ടത് ഉളുഹിയത്തിന് നിയ്യത്ത് ചെയ്ത ആളുകളാണ് എന്ന് ദുൽഹിജ്ജ 1 മുതൽ പെരുന്നാളിന്റെ അന്ന് വരെ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉളുഹിയത്തിന്റെ സമയമായി അയ്യാമു തശ്രീഖിന്റെ ആ സമയത്തൊക്കെ ഉളുഹിയത്ത് അറക്കാനും പറ്റും ഇൻഷാ അല്ലാഹ്. ഒരു കന്ന് അല്ലെങ്കിൽ ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു മാട് അല്ലെങ്കിൽ ആട്, ഇങ്ങനെയാണ് അതിന്റെ ഹയറാർക്കി. ആട് ഒരാൾക്കൊന്ന്. പക്ഷേ ഒട്ടകമാണെങ്കിലോ അല്ലെങ്കിൽ കന്നുകാലികളാണെങ്കിലോ 7 പേർക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ കൂടാൻ വേണ്ടി പറ്റും. ഒരാൾക്ക് തന്നെ ഇത് എന്റെ വകയായിട്ടുള്ള കന്നാണ്, എന്റെ ഉദ്ഹിയത്താണ്, വഅൻ അഹ്ലി, എന്റെ വീട്ടുകാർക്കൊക്കെ. വീട്ടുകാർക്കൊന്നും ഉദ്ഹിയത്ത് ഇറക്കാൻ പൈസ ഉണ്ടായിക്കോണമെന്നില്ല അവർക്ക്. പക്ഷേ വാപ്പറക്കാൻ അല്ലാഹുവേ ഹാദിഹി ഉദ്ഹിയതി അന്നി വഅൻ അഹ്ലി ബൈതി, ഇത് എനിക്കും എന്റെ കുടുംബത്തിനുമുള്ള എന്റെ കുടുംബത്തിന്റെയും ഉദ്ഹിയത്താണ് എന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരാട് കുടുംബത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്യാൻ പറ്റുന്ന, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യാനും പറ്റും. ഇതെന്റെ മരിച്ചുപോയ വാപ്പായുടെ പേരിൽ ചെയ്യുന്ന ഉദ്ഹിയത്താണ്, അങ്ങനെയും ചെയ്യാൻ പറ്റും. മരിച്ചുപോയ ആളുകളുടെ ഉദ്ഹിയത്തിന്റെ പൈസ സ്വതക്ക ചെയ്യലും ജായിസാണ്. അവരുടെ പേരിൽ എന്ത് ചെയ്യണം? ഉദ്ഹിയത്ത് അറക്കലും സുന്നത്തുണ്ട്, കൂലിയുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.